പരീക്ഷണ സിനിമയാണ് എന്നുള്ളത്. അതിനുശേഷം ഫിലിം ക്രിറ്റിക്സ് നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മലയാള സിനിമ ഇനി ട്രാഫിക്കിന് മുൻപും ട്രാഫിക്കിന് ശേഷവും എന്ന രീതിയിൽ അറിയപ്പെടും എന്നുള്ളത്. ട്രാഫിക് സിനിമ നമുക്ക് സമ്മാനിച്ച് അവിടെ നിന്നോട് ഒരുപാട് സിനിമകൾ, ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മജീഷ്യൻ നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ. മാജിക് ഫ്രെയിംസ് എന്ന പേര് അന്വർത്ഥമാക്കും വിധം ബാക്ക് ടു ബാക്ക് മാജിക് തന്നെയാണ് സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി ഈസ് ആബ്സല്യൂട്ട് മജീഷ്യൻ when it comes to films. അതിന് കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പബ്ലിക് ഇവന്റിൽ എത്തുമ്പോൾ, സ്റ്റേജിൽ എത്തുമ്പോൾ മാജിക്കലായി സംസാരിച്ച് കാര്യങ്ങളെ മുഴുവൻ കയ്യിലെടുക്കുന്ന, കൗണ്ടർ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുന്ന, എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സെലിബ്രിറ്റി കൂടിയാണ് അദ്ദേഹം. So ladies and gentlemen, now to mark a very meaningful beginning to our celebrations here, I am wholeheartedly welcoming none other than a very own Liston Tennant with a big round of applause. Let's give it up for the producer of Baby Girl. Here we are welcoming Liston Stephen. നല്ലൊരു കൈയടി, come on. ഹായ് ചിരിക്കുന്നില്ലല്ലോ, ടെൻഷനാണോ? ഐ മസ്റ്റ് സേ നമ്മളെല്ലാവരും ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. കാരണം സിനിമ റിലീസ് ആവാനായിട്ട് ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അപ്പം അത്രയും അവേഴ്സ് തന്നെ പ്രൊഡ്യൂസറിൻ്റെ ഒരു ഫീൽ ലൈവായിട്ട് ഇത്രയും അടുത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിരിക്കുന്നില്ലെങ്കിലും മൈക്കിൽ സംസാരിച്ചു തുടങ്ങിയാൽ നമ്മളെല്ലാവരും ചിരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. സോ ടെൽ us how you feeling? ബേബികൾ നാളെ റിലീസ് ആവുകയാണ്. ഈ ചിരി ഇല്ലാത്തത് ടെൻഷൻ കൊണ്ടാണോ, എക്സൈറ്റ്മെന്റ് ആണോ? How are you feeling? We are all eagerly waiting to listen to that. നമസ്കാരം, വളരെയധികം സന്തോഷമുണ്ട്. മലയാള സിനിമ, എൻ്റെ ആദ്യ സിനിമയായ ട്രാഫിക് സിനിമയുടെ റൈറ്റേഴ്സായ ബോബി സഞ്ജയ് കഥാ, തിരക്കഥ, സംഭാഷണം ചെയ്യുന്ന ഒരു സിനിമയാണ് ബേബി ഗേൾ എന്ന് പറയുന്നത്. നാളെ റിലീസാകുന്ന സമയം വരെ ഇത് ബേബി ഗേളാണ്. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേബി വളരണം, ബേബി വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മാജിക് ഫ്രെയിംസിന് വളരാനായിട്ടും അടുത്തടുത്ത സിനിമകൾ എടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ബേബി നിങ്ങളെ ഞങ്ങൾ നാളെ ഏൽപ്പിക്കുകയാണ്. സിനിമ നല്ലതാണെങ്കിൽ മാത്രം. ഞങ്ങളൊക്കെ ഇവിടെ എല്ലാ പ്രൊമോഷൻ പ്രോഗ്രാമുകൾക്കും പോകാറുണ്ട്, പല പല സിനിമകളുമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ജോലിയാണ് ആ സിനിമയെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ജോലിയാണ് അത് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക, റീച്ച് ആക്കുക, ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് അറിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ വിജയിപ്പിക്കുള്ളൂ എന്നറിയാം. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണ ബോധ്യത്തിൽ തന്നെ പറയുകയാണ്, ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ത്രില്ല് സമ്മാനിക്കും, കുറച്ച് ഇമോഷൻ സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ ഇത്രയും സിനിമ എടുത്തൊരു നിർമ്മാതാവ് എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ആ ബോധ്യമുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇത് സംവിധാനം ചെയ്തത് എൻ്റെ ഗരുഡൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടർ അരുൺ വർമ്മയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ അറിയാം, അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ ക്യാരക്ടറുകളും അവരെല്ലാവരും ഹീറോയാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയും ബേബി ഗേൾ. നിവിൻ ഒരു ഹീറോയാണ് എന്ന് പറയുന്ന പോലെ മറ്റ് ഇതിൻ്റെ അകത്ത് ക്യാരക്ടറുകളായിട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ സിനിമയിലെ ഹീറോകൾ തന്നെയാണ്. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു. ഇതൊരു സ്ട്രോങ് മെസ്സേജ് ആണ്, ഒരു സ്ട്രോങ് കഥയാണ് പറയുന്നത് നമുക്കറിയാം. ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് നമ്മൾ കേട്ടു. സോ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതൊരു ചാലഞ്ച് ആയിട്ട് തോന്നിയോ, യു ആർ റെഡി ടു ഡു ദിസ് ഫിലിം? അല്ല, അങ്ങനെയല്ല. ഓരോ സിനിമയും നമുക്ക് ഒരു ഒറ്റവാക്കിൽ ഒരു കഥ പറയുന്നവരുണ്ട്, ചിലർ ഡീറ്റെയിൽഡ് ആയിട്ട് കഥ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു ഒരു സിനിമയാണ്, ഒരു ചെറിയതായിട്ട് പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ ആ സിനിമ ഇങ്ങനത്തെ ഒരു കഥ എടുക്കുമ്പോൾ അങ്ങനെ കഴിവുള്ള മിടുക്കനായിട്ടുള്ള ഒരു ഡയറക്ടറിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇത് എന്താ പറയുക സേഫ് ആവുകയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു കൊച്ചു കഥയെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നല്ല പ്രേക്ഷകർക്ക് നല്ല ത്രില്ലിങ് കൊടുത്ത്
നല്ല ട്വിസ്റ്റുകൾ ഉള്ള സിനിമയാണ്. പിന്നെ കുറെ ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പം എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കേട്ട കഥ ആളുകളുടെ അടുത്ത് അത്രയും ഫീലോട് കൂടി പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ സിനിമയുടെ ഡയറക്ടർ അരുൺ വർമ്മ അത് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്താ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസും നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പേരുള്ള ടെക്നീഷ്യൻസ് ആണ് ഇതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് അതൊക്കെ ഞങ്ങൾക്ക് ധൈര്യം പകരുന്ന ഒന്നാണ്. ട്രാഫിക്കിനെ കുറിച്ച് ലിസ്റ്റ് ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടേക്കോ ഒരു ട്രാഫിക് ടച്ച് നമുക്ക് ട്രെയിലറിൽ തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു കമ്പാരിസൺ വരുമ്പോൾ അത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രാഫിക് ആയിട്ടുള്ള ഒരു കമ്പാരിസണിലേക്ക് പോകും. എന്തായിരിക്കും ട്രാഫിക് കണ്ട് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ വാട്ട് വി ഷുഡ് എക്സ്പെക്ട്, അതിനെക്കുറിച്ച് എന്താണ് ലിസ്റ്റ് ചേട്ടൻ പറയാനുള്ളത്? ട്രാഫിക്കും ഈ സിനിമയായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നല്ല. അതായത് ഇത് രണ്ടും രണ്ടാണ്. എങ്കിലും ഇതിനകത്തെ ക്യാരക്ടറുകൾ, അപ്പൊ ആ സിനിമ കണ്ടവർക്കറിയാം. ഇപ്പം ശ്രീനിയേട്ടൻ അതിൻ്റെ അകത്ത് ഒരു ഹീറോ ആയിട്ടാണ് പിവിൻ വരുന്നത്. പക്ഷെ ചാക്കോച്ചൻ അതിൻ്റെ അകത്തുണ്ട്, അങ്ങനെ വിനീത് ശ്രീനിവാസൻ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ അവരുടെ ക്യാരക്ടറുകൾ, അപ്പൊ അത്രയും ആളുകൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ക്യാരക്ടറുകളും ആ സിനിമയിൽ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അതാണ്. അപ്പൊ അതിന്റെ കഥയും ഇതുമായിട്ട് ഒരു സാമ്യം ഉണ്ടെന്നുള്ളതല്ല. അപ്പൊ അതുപോലെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് എന്നുള്ള മീനിങ്ങിലാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു കമ്പാരിസണും ഇല്ല. സോ ത്രിൽഡ് ആയിരിക്കും. നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാൽ അങ്ങേയറ്റം ത്രിൽഡ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ? സോ താങ്ക് യു സോ മച്ച്. വീണ്ടും ഇത്തരത്തിൽ അമേസിംഗ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമ മലയാളികൾക്ക് സമ്മാനിക്കുന്നതിൽ എല്ലാ മലയാളികളുടെയും ബിഹാഫിൽ ഒരു താങ്ക് യു ലിസ്റ്റ് ചേട്ടൻ പറയാണ്. താങ്ക്സ് എ ലോട്ട്. സോ യു ക്യാൻ ബി ഹിയർ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ ലിസ്റ്റ് ചേട്ടന്റെ പ്രസൻസോട് കൂടി തന്നെ വിൽ മൂവ് ഫോർവേഡ് ആൻഡ് ഐ ക്യാൻ ടേക്ക് അപ്പ് ദ മൈക്ക്. So, director of Baby Girl, Arun Varma, and he is here gracing the stage. Hi sir, good evening, welcome to Foreign Kochi. Congratulations. എല്ലാവർക്കും നമസ്കാരം. Thank you. വീണ്ടും ഒരു ത്രില്ലർ ആയിട്ട്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലേ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. ഒരു you can call it an emotional intense thriller. ഇമോഷണൽ ഇന്റൻസ് ത്രില്ലർ, വളരെ സ്ട്രോങ് ആൻഡ് മീനിങ്ഫുൾ വേർഡ്സ് ആണ്. കാരണം നമ്മുടെ വർക്ക് ചെയ്യുന്ന റൈറ്റേഴ്സ് അങ്ങനത്തെ സ്ട്രോങ് ആയ റൈറ്റേഴ്സ് ആണ്. അവരുടെ സ്റ്റോറി ആകുമ്പോൾ ഈ വേർഡ്സ് ഒന്നും പോരാ അത് പറയണം. സ്ട്രോങ് ആയിട്ടുള്ള ഡയറക്ടർ കൂടിയാണ്. ഗരുഡൻ കണ്ട് നമ്മളിങ്ങനെ ബേബി ഗേൾ കൂടെ ആന്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ വിൽ ഹാവ് എ കമ്പാരിസൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ട് ബീറ്റ് എത്രത്തോളം കൂടും, സീറ്റിന്റെ അറ്റത്തിരുന്ന് കാണേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ. സോ കമ്മിങ് ടു ദി ഫിലിം, ഞാൻ നേരത്തെ ലിസ്റ്റ് ചേട്ടനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ഒറ്റ ദിവസം സംഭവിച്ച കഥയാണ് പറയുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചുള്ളത്. സോ അത് തന്നെ ആലോചിക്കുമ്പോൾ അതിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടല്ലേ. റോ വേർഷനിൽ തന്നെ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കണം. സോ ഹൗ വാസ് ദിസ് ജേർണി? എവ്രിബഡി വാസ് കമന്റിംഗ് ഓൺ യുവർ എഫേർട്ട്. അത്രയും എഫേർട്ടിലാണ് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് പറഞ്ഞത്. സോ ടെൽ us what is Baby Girl for you? ബേബി ഗേൾ ഒരു എക്സ്ട്രീം സ്ട്രെനേഴ്സ് ആയിട്ടുള്ള എഫേർട്ടാണ്. ഈ സിനിമ എന്നുള്ളതല്ല, എല്ലാ സിനിമയും ഈക്വലി എഫേർട്ട് ഉള്ള സിനിമയാണ്. പക്ഷെ ഇത് നമ്മൾ കുറച്ച് റോഡ്സ് റോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്പേസ്, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു 4 ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞ്, അങ്ങനെ ഒരുപാട് എലമെന്റ്സ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ട്രിവാൻഡ്രം പോലത്തെ സ്ഥലം ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്, ഹൈ പ്രൊഫൈൽ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു റോഡിൽ പോയിട്ട് ഒരു ഷോട്ട് എടുക്കാൻ പറ്റില്ല. ആൻഡ് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ആൻഡ് ഔട്ട് എക്സ്റ്റീരിയേഴ്സും റോഡ്സും റിയൽ സ്പേസസും റിയൽ ലൈഫ് പ്ലേസസ് ഒക്കെയാണ്. അപ്പോൾ മോർ ദാൻ മൈ എഫേർട്ട് ഈ മിഷന് സപ്പോർട്ട് ചെയ്ത് തന്ന എൻ്റെ ആക്ടേഴ്സ്, എൻ്റെ ടെക്നീഷ്യൻസ്, മൈ ക്യാമറമാൻ സ്പെസിഫിക്കലി. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു റോ ഫിലിമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു എക്സാക്ട് എന്താ പറയാ ഫ്രെയിം ബ്യൂട്ടി ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ ഒരു വളരെ റോ ആയിട്ട് ഇമേഴ്സീവ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഈക്വലി സപ്പോർട്ടീവ് ആയിരുന്നു നമ്മുടെ എഡിറ്ററായ ഷൈജിത്ത്. ഒരു പുതിയ എഡിറ്റർ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. പുള്ളിക്ക് അത്യാവശ്യം പേരുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. എഡിറ്റിന് അത്യാവശ്യം പ്രോമിനൻസ് ഉള്ള സിനിമയാണ്. ഐ തിങ്ക് ഹി വിൽ ബി ടോക്ക് അബൌട്ട്. അതുപോലെ തന്നെ ഫസൽ ബക്കർ പറഞ്ഞ സൗണ്ട് ഡിസൈനർ, അതേ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനുള്ള വർക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. ആൻഡ് സാം CS ഞാൻ സ്പെസിഫിക് ആയി പറയണം, ഒരു ഇങ്ങനത്തെ ഒരു സിനിമയെ വളരെ ബൂസ്റ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തി, ഒരു ഹൈ പോയിന്റിൽ കൊണ്ട് നിർത്തുന്നത് സാം CSന്റെ മ്യൂസിക് ആണ്. അത് നമുക്ക് ട്രെയിലേഴ്സ് ഒക്കെ കാണുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഐ തിങ്ക് ഇന്നൊരു പ്രൊമോ സോങ് ലോഞ്ച് ഉണ്ട്. സോ ആ സോങ് കേൾക്കുമ്പോഴും സാമിന്റെ ഒരു ഇന്റലിജൻസ് എന്താണ്, ഈ സിനിമ എങ്ങനെ പുള്ളി കാണുന്നു, ഇതിനൊരു പ്ലേസ്മെന്റ് കൊണ്ടുവന്നത്, പുള്ളിയുടെ ഒരു പൊസിഷൻ കൊടുത്തത് സിനിമാറ്റിക്കലി പുള്ളിയാണ്.
So all actors, including Nivin Poni sir, Lijo Mold, Sangeet, Abhimanyu, I'm launching 3 people. പുതിയ 3 പിള്ളേരെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മൈത്ലി, Akash, Akshay, and Mridul, and also Parvati. Parvati is also there. നമ്മുടെ അശ്വന്ത് ഉണ്ടായിരുന്നു, ആൽഫി. എല്ലാവരും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെന്ന് തോന്നും. പക്ഷെ സഞ്ജുവേട്ടന്റെ സ്ക്രിപ്റ്റിലെ ബ്യൂട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോമൺ മാൻ ബേസ്ഡ് ആയിട്ടുള്ള കഥകളായിരിക്കും യൂഷ്വലി വരുന്നത്. സോ ഈച്ച് ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരാളാണ് ഹീറോ, ഒരാൾ സ്കോർ ചെയ്യുന്നു എന്നുള്ളതില്ല. ഇപ്പോൾ ഒരു 1 day ട്രാവലിൽ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആൾക്കാരിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ അവരൊക്കെ ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റ് നമ്മുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മാഗ്നാനിമിറ്റിയാണ്, അവരുടെ ചെറിയ റോളാണെങ്കിലും വന്ന് ചെയ്തു എന്ന് പറയുന്നത്. ഐ തിങ്ക് ഐ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് ദം ഫോർ ബീയിങ് എ ബിഗ് പില്ലർ ഓഫ് സപ്പോർട്ട് ഫോർ ദിസ് ഫിലിം. എല്ലാവരുടെയും സപ്പോർട്ടിനെ കുറിച്ചാണ് വാചാലനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഷൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ ട്രെയിനിലുള്ളൊരു എലമെന്റ് കുറേ ദിവസം റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ കേട്ടു. സോ രാവിലെ 6 മണി മുതൽ നെക്സ്റ്റ് ഡേ 6 മണി വരെയൊക്കെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. സോ ഹൗ ഈസ് എവറിബഡി റെസ്പോണ്ടിങ് ടു ദാറ്റ്? എല്ലാവരും സിനിമയുടെ റിസൾട്ടിനായിട്ട് അത്രയും സപ്പോർട്ടുമായിട്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായും അത് എന്റെ പ്രൊഡക്ഷൻ ടീം വളരെ സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തു. ചില സമയങ്ങളിൽ നമുക്ക് ചാലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ക്രിസ്മസിന്റെ തലേന്ന് നടക്കുന്നു. ട്രിവാൻഡ്രം ക്രിസ്മസിന്റെ തലേന്ന് എന്ന് പറയുമ്പോൾ മഴയില്ലാത്ത ഒരു സമയമാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മാർച്ച് ഏപ്രിൽ മെയ് പീരീഡ് ആണ്. ഓൾമോസ്റ്റ് റെയിൻ വരുന്ന സമയമാണ്. സോ ബിഫോർ റെയിൻ നമുക്ക് എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളത് മിസ് ചെയ്യും. ആൻഡ് ബേബി ഗേൾ ഒക്കെ പറയുന്നത് നമുക്കൊരു കൈക്കുഞ്ഞാണ്, അഖിലിന്റെ കുഞ്ഞാണ്. നമുക്ക് ജനിച്ചതുപോലെ 4 ദിവസം പ്രായമുള്ള കുട്ടിയാണ് നമുക്ക് കിട്ടിയത്. സോ ആ കുട്ടിയൊക്കെ നമുക്ക് പെട്ടെന്ന് വളർന്നു പോകും. ഒരുപാട് കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഉണ്ടാവും, സ്പേസസ് മാറും. നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയാൽ അത് അറ്റ് സ്ട്രെച്ച് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ കംപ്ലീറ്റ് ആവില്ല. അതെനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. സോ നമുക്ക് അത് മനസ്സിലാക്കി എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്ത എല്ലാവരും, ഇൻക്ലൂഡിങ് മൈ പ്രൊഡക്ഷൻ ടീം, സ്പെസിഫിക്കലി മൈ പ്രൊഡക്ഷൻ ടീം, അഖിൽ ആൻഡ് പ്രസാദ് ഏട്ടൻ, ജയശീലൻ, രാഹുൽ, ജിസ്, അതല്ലാതെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത ഡ്രൈവേഴ്സ്, ലൈറ്റ്മാൻ, യൂണിറ്റ്, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, നമ്മുടെ സ്റ്റണ്ട് ടീം, എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്നു. ചിലരൊക്കെ നമ്മൾ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യും, ഡേ ടൈം വർക്ക് ചെയ്യും, സെക്കൻഡ് യൂണിറ്റ് നൈറ്റ് കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ നമുക്ക് ഈ ഫിലിം തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ നമ്മളത് മിസ് ചെയ്തു പോകും. സോ ആ വിഷൻ മനസ്സിലാക്കി വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ആബ്സല്യൂട്ട്ലി. ലിസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എല്ലാ സിനിമയും കഠിനാധ്വാനത്തിന്റെ എഫേർട്ട് തന്നെയാണ്. അപ്പോൾ ആ കഠിനാധ്വാനത്തിനെ പറ്റി കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് വേദികളിലേക്ക് വരുമ്പോൾ കമന്റ് ചെയ്യാനായിട്ട് പറ്റും. എവ്രിബഡി ഹാവ് വർക്ക്ഡ് ഈക്വലി ഹാർഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ബേബി ഗേൾ നമുക്ക് സമ്മാനിക്കുന്നതിൽ. ആൻഡ് ഐ ഗോട്ട് വൺ മോർ ക്വസ്റ്റ്യൻ, വൈ ബേബി ഗേൾ? അതൊരു പക്ഷേ സിനിമ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവും. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ പെൺകുട്ടികളും ബേബി ഗേളാണ്. എല്ലാ ബേബി ഗേളിന്റെയും കഥയാണ് ഈ കഥ. സോ ഒരു കൺസൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ ആൻഡ് ഈസി ആയിട്ട് എഫർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. പടം കാണുമ്പോൾ ബേബികളുടെ മീനിങ് എന്താണെന്ന് മനസ്സിലാവും. ബേബി ഗേൾ ഇസ് എ ഇമോഷണൽ ത്രില്ലർ. നമ്മൾ കണ്ടുവരുമ്പോൾ വെറും ഒരു ത്രില്ലർ സ്വഭാവത്തിൽ നമ്മളെ എന്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുക, അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ആ സിനിമ നമ്മുടെ ഒരു പോയിന്റിൽ ഭയങ്കര ഇമോഷണലി ഹുക്ക് ചെയ്യും. ഒരു പോയിന്റിൽ നമ്മളെ എന്താ പറയാ ഓവർവെൽം ചെയ്യും, നമ്മുടെ കണ്ടു നിറയിക്കും എന്നൊക്കെയാണ് നമ്മുടെ അറ്റംപ്റ്റ് ഇസ് ദാറ്റ്. സോ ഐ ഹോപ്പ് ഓഡിയൻസ് ഓൾസോ വിൽ ഗെറ്റ് ദ സെയിം ഫീലിംഗ് ദാറ്റ് വി ട്രൈ ടു ഡു. ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാലും മതി ഓഡിയൻസിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനായിട്ട്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് കീപ് ത്രില്ലിംഗ് us more with many more beautiful films. Thank you so much sir. So moving on, അടുത്തതായി ഇനി ആരെയാണ് വെൽക്കം ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മുടെ വീട്ടിലെ ഒരു പയ്യൻ അല്ലെങ്കിൽ അയൽവക്കത്തെ ഒരു പയ്യൻ എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് മാറുക. കാരണം പെർഫോം ചെയ്തിട്ടുള്ള ഓരോ സിനിമകളിലും അത്രത്തോളം നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു കഥാപാത്രം മാത്രമല്ല, നമുക്ക് സമ്മാനിച്ച എല്ലാ കഥാപാത്രങ്ങളും അഭിനയിക്കുകയല്ല മറിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് മലയാളി പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ച ആക്ടറാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എഡിറ്ററാണ്. അതിന് സ്റ്റേജ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സ്നേഹത്തിൽ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് അമൽ ഡേവിസ് എന്നൊരു ടൈറ്റിലാണ് അല്ലേ. സോ I want all of you to give a big round of applause to welcome our very own സംഗീത്. മികച്ച കൈഡി നൽകി തന്നെ സംഗീതയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സംഗീത് കേട്ടോ, ആ സൈഡിൽ നിന്ന് ഒരു പ്രത്യേക കൈഡി ഉണ്ടായിരുന്നു സംഗീത സ്റ്റേജിലേക്ക് വന്നപ്പോൾ. കൂട്ടുകാരാണ് പറഞ്ഞു നിർത്തിക്കുവാണോ? ഇല്ല. ഓക്കെ. സോ സംഗീത്, പ്ലീസ് ബി ഹിയർ ഓൺ ദിസ് സെന്റർ സ്റ്റേജ്. സംഗീതിലെ ട്രെയിലറിൽ കണ്ടപ്പോഴാണ് നമ്മൾ ആബ്സല്യൂട്ട്ലി ഞെട്ടിപ്പോയത്. കാരണം തമാശ പറയുന്ന നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള സംഗീതം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ നിന്ന് വേറൊരു ഇമോഷൻ, വേറെ ഒരു ട്രാക്കിലേക്ക് പോകുന്ന സംഗീതം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു. സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഫ്രം കോമഡി ടു സീരിയസ് റോൾ? ഐ കൻ സേ ദാറ്റ്. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ട്രാൻസ്ഫോർമേഷൻ? ആക്ച്വലി ഈ സിനിമ തന്നെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിരിപ്പിക്കുന്ന റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത് എന്തെങ്കിലുമൊക്കെ വേറെ ചെയ്യാൻ പറ്റുമോ. ഒപ്പം നമ്മുടെ കൂടെ ഉള്ളവരും നമുക്ക് ഇഷ്ടമുള്ളവരും ഒക്കെ പറയാൻ തുടങ്ങി വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ എന്നൊക്കെ ഉള്ളത്. ആ സമയത്താണ് കറക്റ്റായിട്ട് ബേബികൾ വരുന്നത്. അപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ടും എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടും ഒക്കെ അധികം പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഇതിനു മുമ്പ് കണ്ടതുപോലെ അല്ലാത്തൊരു എന്നെ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ ചെയ്തത് കൊണ്ടല്ല, ആ ക്യാരക്ടറെ അങ്ങനെയാണ്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരുപാട് ലെയറുകളിലൂടെ കടന്നു പോകുന്ന ക്യാരക്ടേഴ്സാണ് എൻ്റെ തുടങ്ങി ഈ സിനിമയിൽ എല്ലാവരുടെയും. നിവിൻ ചേട്ടൻ്റെ ആണെങ്കിലും ലിജോയുടെ ആണെങ്കിലും അഭിമന്യുവിൻ്റെ ആണെങ്കിലും ഇതിൽ വരുന്ന എല്ലാവരുടെ ആണെങ്കിലും. അപ്പോൾ ടോട്ടലി ഈ സിനിമ സാധാരണ നമ്മൾ നിങ്ങൾക്കാണ്, നിങ്ങൾ എന്തായാലും ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യിക്കും എന്ന് ഉറപ്പ് പറയാറുള്ളത്. നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും, ടെൻഷനിലായിരിക്കും. പക്ഷെ ഇത് ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. താങ്ക് യു. വി ഷുഡ് സേ താങ്ക് യു. എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അറ്റ് സം ലെവൽ യു ആർ എ ബേബി ടു മലയാളി ഓഡിയൻസ്. അപ്പോൾ ബേബി ആയിട്ടുള്ള ഒരാൾ 4 ദിവസം മാത്രം പ്രായമുള്ള ബേബിയുടെ കൂടെ അഭിനയിച്ചപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബേബിനൊക്കെ നേരത്തെ എടുത്ത് പരിചയമുണ്ട്? ഞാൻ ആക്ച്വലി കുട്ടികളുടെ അടുത്തോട്ടൊന്നും അങ്ങനെ അധികം പോവാറില്ല, അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ഫാമിലിയിൽ പോകുമ്പോൾ പോലും, ഇപ്പൊ മാമോദിസയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കുട്ടീനെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ പോലും കാരണമില്ല എന്നാ കാണാം, അങ്ങനെയാണ് പോവാറുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് കുട്ടിയുടെ പാരൻസ് ഏൽപ്പിക്കായിരുന്നു ഒരു ട്രസ്റ്റോട് കൂടി. അവരെപ്പോഴും അവിടെ ഉണ്ട്. എങ്കിലും ആദ്യത്തെ 1 മാസം കുഞ്ഞ് ഞങ്ങളുടെ അടുത്തായിരുന്നു. അപ്പൊ അവരുടെയും ട്രസ്റ്റാണ്. അവരും അത്രയും എന്താ പറയാ, അത്രയും 10 മാസം അവര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അതിന്റെ ഒരു ഇതാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. അപ്പൊ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു കുഞ്ഞിനെ എപ്പോഴും ചേർത്ത് നിർത്തുക എന്നുള്ളത്. ഞങ്ങളിങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയി. സിനിമ കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഞങ്ങളെല്ലാവരും കുറച്ചും കൂടി ബെറ്റർ ഹ്യൂമൻ ബീങ് ആയി മാറി കുഞ്ഞടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ. ഹ്യൂമൻ ബീങ് എന്ന ലെവലിൽ ഒരു എവല്യൂഷൻ സംഭവിച്ചു അല്ലേ? ദാറ്റ്സ് സോ ഗ്രേറ്റ് ടു ഹിയർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കോമഡി കഥാപാത്രങ്ങളും അതോടൊപ്പം എത്രത്തോളം മീനിങ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് സംഗീതത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട്. മൂവിംഗ് ഓൺ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഫ്രണ്ട് റോളിൽ ഇരുന്ന് ഒരുപാട് പോസിറ്റിവിറ്റി നമുക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് തന്നിട്ടുള്ള നമ്മുടെ ബ്യൂട്ടിഫുൾ ആക്ട്രസിനെ തന്നെയാണ്. ഐ ആം ലുക്കിംഗ് ഡൗൺ. ഒരുപാട് ക്യാരക്ടേഴ്സ് ആണ് എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ മറന്നു പോകുന്നത്. ഐ ആം കൺഫ്യൂസ്ഡ്, ഏത് ക്യാരക്ടറിന്റെ പേര് എടുത്ത് പറയണം. അതിപ്പോ മഹേഷിന്റെ പ്രതികാരത്തിലെ ക്യാരക്ടറിനെ പറയണോ, അതോ ജയ്ബീബിലെ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള സ്ട്രോങ് ക്യാരക്ടറിനെ പറയണോ, കനീനെ പറയണോ? There are a lot of characters and we all love that. So once again she is coming to us with yet another strong and powerful character. So ladies and gentlemen, are you ready to welcome Lija Mall on stage? If yes, with a huge round of applause, with a big cheer, let us welcome Lija Mall here on the floor. Hi, congrats and hearty welcome to Forum Kochi. Thank you so much. എല്ലാവരും നിർത്താതെ ബേബികളെ പറ്റി പറയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് തോന്നുന്നില്ല. ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഫോർ യു ആൻഡ് ഹൗ ആർ യു ഫീലിംഗ് അറ്റ് ദ മൊമെന്റ്? എനിക്കിത് കുറേ അധികം കാര്യങ്ങൾ കൊണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റേഴ്സ് ബോബി സഞ്ജയ് എന്നുള്ള പേരായിരുന്നു. സഞ്ജയ് ചേട്ടൻ എൻ്റെ അടുത്ത് ബേബികളുടെ കഥ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈവൻ എൻ്റെ ക്യാരക്ടർ ആയാലും ഈ ഒരു കഥയായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എൻ്റെ ഒരു നെക്സ്റ്റ് എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അരുൺ ചേട്ടൻ ഗരുഡൻ എന്ന് പറഞ്ഞ മൂവി ചെയ്ത് ഹിറ്റടിച്ചിരിക്കുന്ന ഒരു ഡയറക്ടറാണ്. പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് മാജിക് ഫ്രെയിംസ് ലിസ്റ്റിൻ ചേട്ടൻ. പിന്നെ ഈ എൻ്റെ കോ ആക്ടേഴ്സ് ആരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ സംഗീതമായാലും ലിവിൻ ചേട്ടനായാലും ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ഈ ടീമിൽ ആരുടെയും കൂടെ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഈ 4 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു ഈ ഒരു സിനിമ വഴി. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഞാനും സംഗീതം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ ഒരിക്കലും. ഞാൻ കേട്ടു ജീവിതത്തിൽ വരെ ഇതുവരെ ബേബിയെ എടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണോ? ഞാൻ തീരെ ചെറിയ കുട്ടികളെ എടുത്തിട്ടില്ല. ഒരു വയസ്സൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ എടുക്കും. തലയുറച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല, കുഞ്ഞിനെ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞിനെ നമ്മൾ കംഫർട്ടബിൾ ആക്കി
കുഞ്ഞിനെ ഒരു സേഫ് സ്പേസിൽ വെച്ച് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമ വഴിയാണ് പഠിച്ചത്. എന്തായാലും എല്ലാവർക്കും തീർച്ചയായും ഒരു സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ബേബി ഗേൾ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മനസ്സ് നിറയ്ക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ബേബി ഗേൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾസോ യു ആർ ടോക്കിംഗ് അബൌട്ട് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഹിയർ ഇൻ ദ സെറ്റ്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടി ചോദിക്കാനുള്ളത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആൻഡ് ഓൾസോ മാജിക് ഫ്രെയിംസ് ലിസ്റ്റൻ ചേട്ടൻ ഇസ് ഓൾസോ അസോസിയേറ്റിംഗ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അസോസിയേറ്റിംഗ് വിത്ത് ദം, വിത്ത് ലിസ്റ്റൻ ചേട്ടൻ, വിത്ത് മാജിക് ഫ്രെയിംസ്? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിന് മുമ്പ് ഇതിൽ ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ഇത് കുറച്ചും കൂടി ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കുറച്ചും കൂടി ആളുകളിലേക്ക് റീച്ച് ആവുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. ലിസ്റ്റൻ ചേട്ടൻ്റെ പേര് അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസ് എന്നുള്ള ഒരു പേര് തന്നെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് പേരാണ് ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ രീതിക്കും വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത് തീർത്ത് വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി സന്തോഷത്തോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സിനിമ റിലീസ് ചെയ്യാൻ. റിലീസിന് ശേഷം ഈ എക്സൈറ്റ്മെന്റ് ഹാപ്പിനെസ് ഡബിൾ ആകട്ടെ, ട്രിപ്പിൾ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പ് നെക്സ്റ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ആക്ടർ, ദി സ്റ്റാർ. ഒരൊറ്റ സിനിമ മതി ആ ആക്ടറിന്റെ, ആ അഭിനേതാവിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനായിട്ട്. മാളികപ്പുറം എന്ന സിനിമയിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ താരം തന്നെയാണ്. With a big round of applause, let us welcome on stage Alfie Panikkarath. And it's my absolute pleasure and privilege in welcoming Alfie here on stage. Yes, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിരിയൊക്കെ ആയിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ദാറ്റ് ഷോസ് യുവർ എക്സൈറ്റ്മെന്റ്, ദാറ്റ് ഷോസ് യുവർ ഹാപ്പിനെസ് അല്ലേ? ടെൽ us how you feeling. ആക്ച്വലി നാളെ സിനിമ റിലീസ് ആവാണ് 23rd January. സത്യത്തിൽ ഞാൻ ഈ പടത്തിൽ ചെറിയൊരു റോളാണ് ചെയ്തേക്കണേ. അപ്പോൾ പക്ഷേ എന്നെ ഈ പടത്തിലോട്ട് വിളിക്കുമ്പോൾ ഞാൻ ചെറിയ റോളാണെങ്കിൽ പോലും ഇത്രയും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാമെന്നുള്ള ഒറ്റ കാര്യം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അരുൺ ചേട്ടൻ പടം, ലിസിൻ ചേട്ടൻ പടം, ഫൈസി എല്ലാം ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ, ലിവിൻ ചേട്ടൻ, ടിജോ മോള്, സംഗീത, അഭിമന്യു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓക്കെ റെഡി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ആസ് എ ആർട്ടിസ്റ്റ് നല്ല പടത്തിൻ്റെ ഭാഗമാവുക. ഓഫ് കോഴ്സ് എനിക്കറിയാം ഇത് നല്ലൊരു പടമാണ്. അപ്പോൾ ഇതിലോട്ട് എന്നെ വിളിച്ചതിൽ അഖിലെ താങ്ക് യു സോ മച്ച്. എന്നെ കാണണം. പിന്നെ നാളെ പടം റിലീസാവാണ്. എല്ലാവരും പോയി കാണാം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. Thank you so much Alfie. And also one more question, ടെൻഷൻ ഉണ്ടോ? എക്സൈറ്റ്മെന്റും സന്തോഷം മാത്രമാണോ? ഇന്ന് രാത്രി ഉറങ്ങാണ്ടിരിക്കണം? ഞാൻ എപ്പോഴും നന്നായി കിടന്നുറങ്ങും, അതിനൊരു കുറവില്ല. സന്തോഷമാണെങ്കിലും ടെൻഷൻ ആണെങ്കിലും നമ്മൾ ആവശ്യത്തിനുള്ളുണ്ടെങ്കിലും ഉറക്കം മസ്റ്റാണ് എനിക്ക്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ട് പറ്റുന്നത്, ഒരുപാട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. And now moving on, ladies and gentlemen, നമ്മുടെ ഡയറക്ടർ അരുൺ പരമസ്വർ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ സിനിമയിലൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. And now it is time for me to take this moment to appreciate them, to congratulate them and to celebrate their entry to Malayalam cinema. നല്ല കൈഡി നൽകി തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം. ആ റോള് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ഈ മൊമെന്റ് എൻജോയ് ചെയ്യുന്ന താരങ്ങൾ തന്നെയാണ്. With a big round of applause here, welcoming on the floor Parvati Ayyappadas, Akshay, Rutul, Maithili and Ashwin. And we have all 5 of them here on the stage. കയ്യടി പോരാട്ടോ, ഈ കയ്യടി മതിയോ? നല്ല സപ്പോർട്ട് കൊടുക്കണ്ടേ? ഒരുപാട് സ്വപ്നം കണ്ട് സിനിമയിൽ എത്തി നാളെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ജീവിക്കാനായിട്ട് പോകുന്ന താരങ്ങളാണ്. So yes, here we have welcomed upcoming stars of a Malayalam film industry. സ്റ്റേജിൽ വന്ന് ഏറ്റവും ബാക്കിലങ്ങ് പോയി സ്വസ്ഥമായിട്ട് നിൽക്കാണല്ലേ? Yes. Okay, so we are curious to find out how you are feeling. നാളെ അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലേക്കാണ് പോകുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുടെ ഒരു നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് മലയാളി പ്രേക്ഷകരോട് സിനിമയുടെ റിലീസിന് തൊട്ട് മുന്നേയായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ആർക്ക് ആദ്യമായി കൊടുക്കണം? ഈ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്. നമസ്കാരം, എൻ്റെ പേര് മൃദുൽ. ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിൽ.
ബിക്കോസ് ലാസ്റ്റ് ഇയർ ഞാനിവിടെ ഒരു ഓഡിയൻസിനെ പോലെ വേറൊരു സിനിമയുടെ ലോഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളെപ്പോലെ നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളൊരു സ്റ്റേജിൽ നിൽക്കണം. സോ ഭയങ്കര ബ്ലസ്ഡ് ഫീലിംഗ് ആണ്. ഓൾസോ എന്നെ ട്രസ്റ്റ് ചെയ്ത എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് സാറിനോട് താങ്ക്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. പിന്നെ മാജിക് ഫ്രെയിംസ് വർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം. അരുൺ സാറിനും ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം. ബോബി ആൻഡ് സഞ്ജയ് സാറിൻ്റെ പ്രോജക്റ്റാണ്. സോ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. പിന്നെ 2 ഫ്രണ്ട്സിനെ കിട്ടി, അക്ഷയ്, നമ്മളെ മൈഥിലി, പാവലി. സോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഓൾസോ എല്ലാവരും നാളെ വന്ന് സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ജേർണി തുടങ്ങുന്നേ ഉള്ളൂ. സോ നിങ്ങളെല്ലാവരും കൂടെ വേണം. താങ്ക് യു സോ മച്ച്. ഹായ്, എൻ്റെ പേര് അക്ഷയ്. മാം പറഞ്ഞ പോലെ ഇതൊരു ഡ്രീം കം ട്രൂ തന്നെയാണ്. ബിക്കോസ് എന്താ പറയുക, സിനിമയിലേക്ക് വരുന്നത് എല്ലാവർക്കും ഒരു വലിയ കാര്യമാണ്. അപ്പോൾ പേഴ്സണലി എനിക്കിതൊരു വലിയ ജേർണിയാണ്. ബിക്കോസ് ഞാൻ കുറേ ഓഡിഷൻസ് കുറേ അടുത്ത് ഈ പറഞ്ഞ ഓരോ ഡയറക്ടേഴ്സിനെയും ഓരോ അടുത്ത് കാണാൻ പോയി. ഫൈനലി ഈ മൂവിയിലേക്ക് വന്നു, ഓഡിഷൻ കണ്ടു, അതിൽ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്ത് ബിനോയ് സർ, പിന്നെ ഡയറക്ടർ, എല്ലാവരും, പിന്നെ സുഗു ദാമോദർ സർ, ചീഫ് അസോസിയേറ്റ്, ഇവരെല്ലാവരും കുറേ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തു. അപ്പം പേഴ്സണലി ഇതൊരു എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എല്ലാവരും നാളെ പോയി ഫിലിം കാണണം, നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയണം. ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും ഒരുമിച്ച് പോയി കാണണം. അടിപൊളി മൂവിയാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് മൈഥിലി. ഇതെൻ്റെ ഡെബ്യൂ ഫിലിമാണ്. നല്ല രീതിയിൽ നെർവസ് ആണ്, പക്ഷേ ഇവരെല്ലാവരും പ്രോസസ്സ് ഭയങ്കര ഈസി ആക്കി തന്നു. ബിഗ് താങ്ക്സ് ടു ദ ഡയറക്ടർ അരുൺ സർ ആൻഡ് കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് സർ. പിന്നെ ലിജോ ചേച്ചി ആണെങ്കിലും സംഗീതജ്ഞനാണെങ്കിലും ഒരുപാട് ടിപ്സ് തന്നിട്ടുണ്ട് സെറ്റിൽ. അപ്പം അത്രയും ടെൻഷൻ കുറഞ്ഞിട്ടുമുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആൻഡ് പ്ലീസ് സിനിമ പോയി കാണണം എന്നാണ്. താങ്ക് യു. I have to add one thing. മൈഥിലിയുടെ അമ്മ സമ്മർ ഇൻ ബത്ലഹേമിലെ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലേ? That's so interesting. അപ്പോൾ അമ്മ സമ്മർ ഇൻ ബത്ലഹേമിലെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. And now you are also entering to the Malayalam film. Hearty congrats and say hi to your mom also. പാർവതി, ടെൻഷൻ ആണോ, സ്റ്റേജ് ഫിയർ ആണോ, എന്താണ്? മൈക്ക് അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. It's now your turn. This is your moment. Come on, celebrate it. Yes. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പാർവതി. ആദ്യം തന്നെ ഞാൻ ട്രെയിലർ 6-7 വർഷമായിട്ട് സിനിമയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ട്രെയിലറിൽ ഒരു മലയാള സിനിമയിലെ ട്രെയിലറിന് എൻ്റെ മുഖം കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടൊരു മൊമെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ട് എന്നെ സെലക്ട് ചെയ്ത് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് അരുൺ സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. എക്സൈറ്റഡ് ആണ്. താങ്ക് യു. 6-7 വർഷമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. അങ്ങനെ വേദികൾ എത്തി. ആൻഡ് വെരി ഹാപ്പിലി വി ഷുഡ് ടെൽ ദാറ്റ് ഇനി ഒരുപാട് സിനിമകളാണ് പാർവതിയെ കാത്തിരിക്കുന്നത്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഹ്യൂജ് അനൗൺസ്മെന്റ് ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലേ? സോ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. കൈ വരച്ചത് കണ്ടോ നിങ്ങൾ ആരെങ്കിലും? പാർവതിയുടെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനമായില്ലേ? ഹായ്, നമസ്കാരം. ഭയങ്കര സന്തോഷത്തിലാണ്. ഒട്ടും ടെൻഷനില്ല. ഞാനൊരു ഇവന്റ്, ഒരു ഫിലിമിന്റെ ഇതുപോലൊരു ലോഞ്ചിന് പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത്ര സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ അത്ര ഹാപ്പിയാണ്. കാരണം വേറൊന്നുമില്ല, ക്രിസ്റ്റ്യൻ സ്റ്റീഫൻ, അരുൺ വർമ്മ, ബോബി സഞ്ജയ്, നിവിൻ പോളി, ഇത്രയും പേരുകൾ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ പടത്തിന്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത്. ആ ഒരു സന്തോഷത്തിലാണ്. ഒരുപാട് ഇതുപോലെ ഞാൻ എൻ്റെ ഒരു ലോഞ്ച് ടൈമിലും ഇതുപോലെ ഞാൻ ആദ്യത്തെ മൂവിയൊക്കെ ചെയ്ത സമയത്ത് ഇവരൊക്കെ വന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചപ്പെട്ടത് പാർവതിയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ആ ഒരു മൊമെന്റിലേക്ക് പോയി. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗംഭീരാവട്ടെ. ഈ ട്രെയിലറിൽ നിങ്ങളെല്ലാവരും നേരത്തെ ഇവിടെ പറഞ്ഞത് ഒരു കാര്യമാണ്, അതുകൂടെ ഒന്ന് പറയാന്ന് വിചാരിച്ചു. സംഗീതിന്റെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറൊരു മുഖം അല്ലെങ്കിൽ ഒരു അഭിനയം നമ്മൾ ട്രെയിലറിൽ, ടീസറിൽ കണ്ടു എന്നുള്ളത്. ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാനും അത് കണ്ടു. എനിക്ക് അത് പ്രത്യേകിച്ച് ഒന്നും ഫീലൊന്നും ചെയ്തില്ല. കാരണം ഹൃദയത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ ഫുഡ് കൊണ്ടുവരാൻ ലേറ്റ് ആകുമ്പോൾ അവൻ ഇതിനെക്കാളും വയലന്റായി നമ്മളോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ട്രെയിലർ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. സിനിമയിൽ നമ്മൾ കണ്ട വയലൻസിനെ കാട്ടി മേലെ വയലൻസ് ആയിരുന്നു റിയൽ ആയിട്ട്. ഇതിനെക്കാളും മേലായിരുന്നു ഹൃദയത്തിന്റെ എന്നുള്ള പറഞ്ഞത്. ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ
എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. സംഗീതിനോട് രണ്ടാമത്തെ പടമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങള് സെറ്റിൽ വെച്ച് സംഗീതിന്റെ ഷൂട്ട് കഴിഞ്ഞതിന്റെ സീൻസുകളെ പറ്റി അഞ്ചെണ്ണൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അവന്റെ ഈ ഒരു വലിയ ഗ്രോത്ത് അവനോടൊപ്പം തന്നെ നിന്ന് കാണാൻ പറ്റുമ്പോഴും. എന്തായാലും ഓൾ ദ എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള വിജയം നമ്മുടെ പടത്തിനുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അഖിലേട്ടാ അശ്വതരം ഒട്ടും ടെൻഷനില്ലാതെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് ഈ മൊമെന്റ് എൻജോയ് ചെയ്യുന്ന അശ്വതരം എല്ലാവിധ ആശംസകളും നേരെയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. ആ ഒരു എക്സൈറ്റ്മെന്റ് നേരത്തെ എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്തപോലെ തന്നെ ഡബിൾ ട്രിപ്പിൾ 100 ടൈംസ് കൂടെ സിനിമയുടെ റിലീസിന് ശേഷം. താങ്ക് യു സോ മച്ച് അശ്വതം. സോ നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പ്രൊമോഷണൽ വേദിയിൽ നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്. ഈ സിനിമയുടെ ഹീറോയിൻ അല്ലെങ്കിൽ റിയൽ സ്റ്റാർ എന്ന് പറയുന്നത് ഇവരാരുമല്ല, മറിച്ച് ബേബി ഗേൾ ആണ് ഈ സിനിമയുടെ ലീഡ്, ഈ സിനിമയുടെ ഹീറോ, ദ റിയൽ ഹീറോ. സോ ഈ നിമിഷം വരെയും ബേബി ഗേളിനെ നമ്മൾ കണ്ടില്ല അല്ലേ? അപ്പോൾ ബേബി ഗേളിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാതെ, ബേബി ഗേളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ, ഹൗ ക്യാൻ വി മാർക്ക് എ കംപ്ലീഷൻ ടു ദിസ് മൊമെന്റ്? So I think it is time for us to welcome the hero, the baby girl. Here we have the baby girl coming on the stage. നല്ലൊരു കൈഡി നൽകി തന്നെ ബേബി ഗേളിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ കൈഡിയുടെ പവർ കൂട്ടുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ബേബിയാണ്, സോ സൗണ്ടിന്റെ ഇന്റൻസിറ്റി കൂടിയാൽ ദാറ്റ് വിൽ ബി an issue I think. ഉറങ്ങാണോ? പ്ലീസ് ബി ഹിയർ. നല്ല ഉറക്കത്തിലാണ്. ഇവിടെ എല്ലാവരും നമ്മളോട് പറഞ്ഞു 4 ദിവസം പ്രായമുള്ളപ്പോഴാണ് സിനിമയിൽ അഭിനയിച്ചത്. ഐ ഡോണ്ട് നോ എത്ര പേരൻസ് അതിന് വില്ലിങ് ആകുമെന്നുള്ളത്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്ന ടൈം പോലും ആയിട്ടില്ല. അവിടെ നിന്ന് നേരെ പോയത് സിനിമ സെറ്റിലേക്കാണ്, സിനിമയിൽ അഭിനയിക്കുകയാണ്. അപ്പൊ നാളെ ആ ഒരു മൊമെന്റിലേക്ക് എത്തി നിൽക്കുകയാണ്. അഖിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. സ്റ്റേജിലേക്ക് വരുന്നില്ലേ? ജസ്റ്റ് ചേട്ടൻ പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നു. അഖിലാണ് ആ ഒരു ടാസ്ക് ഏറ്റെടുത്തത്, ആ ഒരു റിസ്ക് ഏറ്റെടുത്തത് എന്നുള്ളത്. യെസ്, പേടിയുണ്ടായിരുന്നോ കുഞ്ഞിനെ സെറ്റിലേക്ക് വിടുമ്പോ എന്താകും എങ്ങനെയാകും എന്നുള്ളത്? പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കുട്ടി അതിൻ്റെതായ റിക്വയർമെന്റ്സ് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ റിസ്ക് ആയിരുന്നു. പക്ഷെ മറ്റേ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ബേബി ഗേൾ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഇത് ബേബി ബോയ് ആണ്. രുദ്രാക്ഷ എന്നാണ് ബേബി ബോയുടെ പേര്. ബേബി നാളെ ബേബി വലുതായി കഴിയുമ്പോൾ ഈ മൊമെന്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ബേബി ഗേൾ സിനിമയുടെ പേരിൽ, മലയാളി പ്രേക്ഷകരുടെ പേരിൽ നമ്മുടെ ബേബി ഗേൾ or ബേബി ബോയ് രുദ്രാക്ഷൻ ഒരു ബിഗ് താങ്ക് യു അറിയിക്കുകയാണ്. സ്ലീപ്പിംഗ് പിന്നെ നമുക്ക് കൂടുതൽ ആളെ ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലെ? കുറെ ബഹളം വെച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ട. ബേബി ഗേളിന് നമ്മുടെ രുദ്രാക്ഷൻ നല്ലൊരു കൈ കൊടുക്കാം. Once again everybody big round of applause to Rudraksh. Thanks a lot. അപ്പോൾ ബേബി ഗേളും അങ്ങനെ സ്റ്റേജിലെത്തി നമ്മുടെ ഒരു മൊമെന്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പക്ഷെ സെലിബ്രേഷൻ തീർന്നിട്ടില്ല. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അൺവെയിലിംഗ്, ഒരു ലോഞ്ച് കൂടെ നമുക്ക് വിറ്റ്നസ് ചെയ്യാനുണ്ട്. പക്ഷേ അതിനു മുന്നേ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ന് ബേബി ഗേൾ സിനിമയുടെ കാസ്റ്റ് മാത്രമല്ല നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. മേബി ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സിനിമയാണ് മെറി ബോയ്സ്. അപ്പോൾ മെറി ബോയ്സിന്റെ കാസ്റ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ്, ദേ ആർ ഹിയർ. അപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ മൊമെന്റ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. മേ ബി വെരി ഫ്യൂ മന്ത്സ് ഇതുപോലൊരു വേദിയിൽ നിങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇത്രത്തോളം ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ലോഞ്ച് ഇവന്റ് അല്ലെങ്കിൽ ടീസർ ലോഞ്ച് ഇവന്റിൽ നമ്മൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ സ്റ്റേജിൽ കാണാനും സെലിബ്രേറ്റ് ചെയ്യാനും. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഐ ആം ടേക്കിംഗ് ദി പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് ദി വണ്ടർഫുൾ കാസ്റ്റ് ഓഫ് ദി അപ്കമിംഗ് ഫിലിം മെറി ബോയ്സ്. മെറി ബോയ്സ് ആണെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് ചാർമിംഗ് ആൻഡ് lovely girls. We have Aishwarya here. Aishwarya, if you could stand up and say hi to everybody. And also oralada stage lana Parvati Ayappadas. And now this is the big announcement. Baby Girl സിനിമയിൽ വളരെ ചെറിയൊരു ക്യാരക്ടർ ചെയ്ത് മെറി ബോയ്സിൽ അതിലും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ലീഡ് ക്യാരക്ടറിലേക്കാണ് പാർവതി എത്തിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു വലിയ സിനിമയിൽ ഒരു ഹീറോയിൻ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അനൗൺസ്മെന്റ് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒരു സസ്പെൻസ് ആക്കി വെക്കാം. മലയാളി പ്രേക്ഷകർ പതുക്കെ മാത്രം അത് അറിഞ്ഞാൽ മതി. സോ ഷീ ഹാവ് മാർക്ഡ് ഹർ ബ്യൂട്ടിഫുൾ എൻട്രി ആൻഡ് മാർക്ഡ് ഹർ സിഗ്നേച്ചർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ബേബി ഗേളിലൂടെ എൻട്രി കിട്ടി ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് സാധിക്കട്ടെ. സോ ദാറ്റ്സ് പാർവതി അയ്യപ്പദാസ് ആൻഡ് വി ഹാവ് ശ്വേത മാരിയ. ഐ ആം ഷുവർ ശ്വേതയുടെ ഡാൻസ് കാണാത്ത
ആയിട്ട് ആരും ഉണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാമിലെ ഡാൻസ് പെർഫോമൻസ് കണ്ട് നമ്മൾ ഞെട്ടുന്നതാണ്. So that's Shweta Warrior, everybody, and we have one more lovely girl, Keerthana. Hi Keerthana, congratulations, all the very best. We're looking forward to see your performance. But Shwetയുടെ ഡാൻസിനെ പറ്റി പറയുമ്പോൾ I think 2 സ്റ്റെപ്പ് കളിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. This is a huge moment, this is a huge chance that you're getting. Please come on the stage. 2 സ്റ്റെപ്പ് വയ്ക്കുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ഓഡിയോ ലോഞ്ചിലേക്ക് നമുക്ക് കടക്കാം.